ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും മനോഹരമായ നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെയും ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന അനേകരെ കണ്ടുമുട്ടാറുണ്ട്. പലവിധ വ്യഗ്രചിന്തകളാൽ അവരെല്ലാം ഭാരപ്പെടുന്നതും ഓരോ നിമിഷം എങ്ങനെ തള്ളി നീക്കണമെന്ന് അറിയാതെ ആകുലപ്പെടുന്നതും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അവർക്കുള്ളൊരു വചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 11 തൊട്ടുള്ള വചനം. കർത്താവിന്റെ അടുക്കൽ വന്ന 5000-ഓളം ആളുകൾക്ക് മരുഭൂമിയിൽ വിജന പ്രദേശത്ത് കർത്താവ് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുക. 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവിന്റെ വിജന പ്രദേശമാണ്, ഭക്ഷണങ്ങൾ കൈക്കൊള്ളേണ്ടതിനും വിശ്രമിക്കേണ്ടതിനും ഇവരെ നാട്ടിലേക്ക് ഊരുകളിലേക്ക് പറഞ്ഞയക്കണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെ പന്തിപത്തിയായിരിക്കുവാനായിട്ട് കൽപ്പിക്കുന്നുണ്ട്. തന്റെ മുമ്പിൽ ഇരിക്കുന്ന ജനം 5000-ഓളം ആളുകളാണെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ശിഷ്യന്മാർക്കും അറിയാം. അവരുടെ കയ്യിൽ ആകെയുള്ളത് 5 അപ്പവും 2 മത്സ്യമാണെന്നും 2 കൂട്ടർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ അവരോട് പറയുക? ഒന്ന്, യേശുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നല്ല അവബോധമുണ്ടായിരുന്ന ക്രിസ്തു തന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പര്യാപ്തനാണ്, ദൈവത്തിന് സാധിക്കുമെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെ അടുത്ത നിമിഷം കഴിച്ചുകൂട്ടും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് പ്രയാസപ്പെടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വചനം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശയും ആശ്രയം. അതിന് ഈ വചനഭാഗം ആകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.